ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, ഒപ്പം CM രവീന്ദ്രൻ ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയിരിക്കുന്നു. DGP ഉടൻ ക്ലിഫ് ഹൗസിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തും. KK രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഈ DGP ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ധരിപ്പിക്കുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം ഈ കൂടിക്കാഴ്ചകൾ തിരക്കിട്ട് നടക്കുന്ന പശ്ചാത്തലത്തിൽ? ഷഫീദ്, ഉന്മേഷ്, നടപടി ഉറപ്പായിട്ട് നമുക്ക് ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, നമ്മൾ സംസാരിച്ചു വന്ന വിഷയം അതായിരുന്നു. അതായത് നേരത്തെ കടുത്ത നടപടി അതിന് വിധേയമാക്കാൻ ശേഷിയുള്ള റിപ്പോർട്ടായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് MR അജിത് കുമാറിനെതിരെ തയ്യാറാക്കിയത്. എന്നാൽ അവസാന നിമിഷം അത് മയപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ, എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഈ മിനിഞ്ഞാന്ന് വൈകിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളായിരുന്നു ആദ്യ വിവരം. എന്നാൽ ഇന്നലെ വീണ്ടും പോലീസ് ആസ്ഥാനത്ത് ഈ പ്രത്യേക സംഘത്തിന്റെ യോഗമടക്കമുള്ള കാര്യങ്ങൾ ചേർന്നുകൊണ്ട് ആ റിപ്പോർട്ട് മയപ്പെടുത്തി എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നടപടിക്ക് കുറവുണ്ടാകില്ല, ഉറപ്പായും ആ വിഷയത്തിൽ നടപടി ഉണ്ടാകും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ സംസ്ഥാന പോലീസ് മേധാവി ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കാണും. ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. പി ശശിയും CM രവീന്ദ്രനും മുഖ്യമന്ത്രിയെ കാണാനായി ഇപ്പോൾ ക്ലിഫ് ഹൗസിലെത്തിയിട്ടുണ്ട്. KK രാഗേഷും ക്ലിഫ് ഹൗസിലുണ്ട്. ഉടൻ DGP ക്ലിഫ് ഹൗസിലേക്ക് എത്തും. DGPയും ക്ലിഫ് ഹൗസിലേക്ക് എത്തിയാൽ ADGP MR അജിത് കുമാറിനെതിരെയുള്ള റിപ്പോർട്ടിലെ പരാമർശങ്ങൾ, റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അത് മുഖ്യമന്ത്രിയെ നേരിട്ട് ധരിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. നടപടി ഉണ്ടാവുക RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കാരണം RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയത് സ്വകാര്യ സന്ദർശനമെന്നാണ്. ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്തിരിക്കുന്ന താൻ നേതാക്കളുമായി അലയൻസ് ഉണ്ടാക്കുന്നത് സ്വാഭാവികം എന്നുള്ളതുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഈ മൊഴി, അതായത് അജിത് കുമാറിന്റെ മൊഴി. എന്നാൽ ആ മൊഴി പൂർണ്ണ അർത്ഥത്തിൽ DGP തള്ളിയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിൽ അതൃപ്തിയുണ്ട്, ആ വിശദീകരണത്തിൽ വ്യക്തതയില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും നടപടിയിലേക്ക് പോവുക ആ വിഷയത്തിലാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ അവസാന നിമിഷത്തിൽ മയപ്പെടുത്തിയ സംഭവവും RSS കൂടിക്കാഴ്ച തന്നെ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അധികാര സ്ഥാനത്തില്ലാത്ത രാഷ്ട്രീയ നേതാക്കളുമായി ക്രമസമാധാന ചുമതലയുള്ള ADGP രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയത് അഖിലേന്ത്യാ സിവിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന റിപ്പോർട്ടിലെ ഭാഗങ്ങൾ മയപ്പെടുത്തി എന്നുള്ളതാണ് വിവരം. ഔദ്യോഗിക വാഹനമടക്കം ഉപേക്ഷിച്ച രഹസ്യമായി സന്ദർശിച്ച നടപടിയിൽ ചട്ടലംഘനമുണ്ടെന്നായിരുന്നു DGPയുടെ ആദ്യ കണ്ടെത്തൽ. അതിൽ ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാനുവൽ അനുസരിച്ച് പൊതുജനങ്ങൾക്ക് മുൻപിൽ സർക്കാരിന് പേരുദോഷമുണ്ടാക്കുന്ന, സർക്കാരിന് കളങ്കം വരുത്തുന്ന തരത്തിലേക്കുള്ള നടപടി, ഇടപെടൽ, പെരുമാറ്റം ഇതുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെതിരെ സസ്പെൻഷൻ നടപടിയിലേക്ക് കടക്കാം എന്നുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള നിയമമുണ്ട്, അല്ലെങ്കിൽ ആ ചട്ടമുണ്ട്. പക്ഷേ അത് ഉൾപ്പെടുത്താതെയാണ് DGP ഇപ്പോൾ സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പിന്നീട് ഇത് കോടതിയിലേക്ക് എത്തുകയും കോടതിയിൽ കടുപ്പിച്ച റിപ്പോർട്ട് കൊടുക്കേണ്ടി വരികയും ചെയ്താൽ അത് സ്വാഭാവികമായും അജിത് കുമാറിനെതിരെയുള്ള വലിയ നീക്കമായി മാറും. അത് ഒഴിവാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നിപ്പോൾ പ്രതിപക്ഷ വൃത്തങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും റിപ്പോർട്ടിൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് സ്ഥാനചലനമായിരിക്കും. പ്രത്യേകിച്ച് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നതിനപ്പുറത്തേക്ക് ശബരിമലയിലെ സ്പെഷ്യൽ പോലീസ് ഓഫീസർ അത് ADGP MR അജിത് കുമാറാണ്. അത്തരം ചുമതലകളിൽ നിന്നുകൂടി അജിത് കുമാറിനെ നീക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും ഒരു പക്ഷേ സർക്കാർ കടക്കുക. ഉന്മേഷ, നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം വയനാട് ഉരുൾപൊട്ടലിലെ അന്തിമോപചാരത്തിന് നടപടികൾ മാത്രമായിരുന്നു. പക്ഷേ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അതിനുശേഷം തിങ്കളാഴ്ച നിയമസഭ ചേരുമ്പോൾ സമാനതകളില്ലാത്ത രാഷ്ട്രീയായുധങ്ങളുമായിട്ടാണ് പ്രതിപക്ഷം നിയമസഭയിലേക്ക് എത്തുക. അവർ ആദ്യം തന്നെ ഉന്നയിക്കുക ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അതായിരിക്കും. സ്വാഭാവികമായും ആ രീതിയിൽ പ്രതിപക്ഷത്തെ പ്രതിരോധിക്കുക സഭയിൽ അത് ഇടതുമുന്നണിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയാകും. അത് മുൻകൂട്ടി കണ്ടായിരുന്നു CPയുടെ സമ്മർദ്ദം. ആ സമ്മർദ്ദത്തിന് ഇനിയും മുഖ്യമന്ത്രിക്ക് വഴങ്ങാതിരിക്കാനാവില്ല. അതല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിൽ ഇനിയും ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രിക്ക്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി നടപടി, നാളെ നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രതിരോധം തീർക്കുക ആ നടപടി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ADGP MR അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചുവെന്ന് ഇന്നലെ DGP കൈമാറിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ്. പലതരത്തിലുള്ള ആരോപണങ്ങൾ PV അൻവർ ഉന്നയിച്ചിരുന്നു. അത് എടവണ്ണ റിദാൻ കൊലപാതകമാണെങ്കിലും, കോഴിക്കോട് മാമി തിരോധാന കേസാണെങ്കിലും, ക്യാമ്പ് ഹൌസിലെ മരമുറിയാണെങ്കിലും, സ്വർണ്ണക്കടത്തിലെ പങ്കുപറ്റലാണെങ്കിലും പലതരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പരാതികളെല്ലാം
DGPയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം അന്വേഷിച്ചു. പക്ഷേ എടവണ്ണ റിദാൻ കൊലപാതകത്തിലും കോഴിക്കോട് മാമി തിരോധാന കേസിലും പോലീസിന് വീഴ്ചയുണ്ട്. അതിൽ ADGPക്ക് പരിക്കില്ല, പങ്കില്ല. അപ്പോൾ ആ വിഷയം സ്വാഭാവികമായും അടഞ്ഞു. പക്ഷേ അതിലെങ്കിലും ശുപാർശയുണ്ടെന്നുള്ളത് നമുക്ക് ലഭിച്ച വിവരം. അതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തണം. ഏതായാലും നടപടി ഉണ്ടാകും, സ്ഥാനചലനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ മുൻപിൽ എത്തിയിരിക്കുന്നു. DGP മുഖ്യമന്ത്രിയെ നേരിട്ട് ധരിപ്പിക്കും. 10:30-നും 11 മണിക്കുമിടയിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ക്ലിഫ് ഹൌസിൽ നേരിട്ടെത്തും. ഇതിനോടകം തന്നെ വളരെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനികൾ ക്ലിഫ് ഹൌസിൽ എത്തിയിട്ടുണ്ട്. P. ശശി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയും CM രവീന്ദ്രനും KK രാഗേഷും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി DGP കൂടി എത്തിയാൽ മുഖ്യമന്ത്രിയെ നേരിട്ട് ഈ വിഷയങ്ങൾ ധരിപ്പിക്കും. അതിനുശേഷം നടപടിയിലേക്ക് മുഖ്യമന്ത്രി കടക്കും. CPM-നെ സംബന്ധിച്ച സമാനതകളില്ലാത്ത തലവേദനയാണ് PV അൻവറിന്റെ MR അജിത്കുമാറിനെതിരെയുള്ള ആരോപണം. അത് മറ്റൊരു തരത്തിൽ പ്രതിപക്ഷത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. അതായത് ഈ എടവണ്ണ റിദാൻ കൊലപാതകവും സ്വർണ്ണക്കടത്തും സുജിത് ദാസിനെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആദ്യം PV അൻവർ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷമാകട്ടെ ഡയറക്ട് ടു ADGP എന്ന രീതിയിൽ RSS കൂടിക്കാഴ്ച ബോംബ് പൊട്ടിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പൊട്ടിച്ചത്. അതിലാണ്, അതായത് പ്രതിപക്ഷ നേതാവിന്റെ RSS ADGP കൂടിക്കാഴ്ച വിവാദത്തിലായിരിക്കാം ഒരു പക്ഷേ അജിത് കുമാറിന് സ്ഥാനം തെറിക്കുക. അതും സുപ്രധാനമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ നീക്കമായി മാറുകയും ചെയ്യും. നാളെ നിയമസഭാ തലത്തിൽ പ്രതിപക്ഷം പ്രക്ഷുബ്ധമാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രയധികം വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ പക്കലുണ്ട്. അതിനു മുൻപ് പ്രതിരോധം, അതുമാത്രമാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യം വെക്കുന്ന കാര്യം. ഉന്മേഷ്, ഷഫീദ് റാവത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നു. P. ശശി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം DGP എത്തുമെന്നാണ് ഷഫീദ് റാവത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.